നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന യൂണിവേഴ്സൽ മെസ്സേജ് നിങ്ങളോട് എന്താണ് യൂണിവേഴ്സലിന് പറയാനുള്ളതെന്നും എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നും നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് വരുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇത് നിങ്ങൾക്കുള്ള റീഡിങ്സാണ്. നിങ്ങളുടെ ജീവിത പുരോഗതിക്കും നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറ്റേണ്ട കാര്യങ്ങളെയൊക്കെ ബേസ് ചെയ്തുള്ള റീഡിങ്സാണ്. തീർച്ചയായിട്ടും പ്രാർത്ഥിച്ച് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യണം. അതിന് ശേഷമാണ് നിങ്ങൾ റീഡിങ്സ് കാണേണ്ടത്. നിങ്ങൾ എന്തൊക്കെ കാര്യത്തെക്കുറിച്ചാണോ നിങ്ങൾക്കൊരു തീരുമാനം കിട്ടേണ്ടത്, എന്ത് കാര്യത്തെക്കുറിച്ചാണോ നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ആൻസർ കിട്ടേണ്ടത്, അതും നിങ്ങൾ എപ്പോഴും മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് തന്നെ വേണം റീഡിങ്സ് കാണാൻ ശ്രമിക്കാനായിട്ടോ. കാരണം നമ്മൾ എത്രത്തോളം കണക്റ്റഡ് ആകുന്നോ അത്രത്തോളം നമുക്ക് റീഡിങ്സ് റെസനേറ്റ് ആയിട്ട് വരുമെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ഈ ഒരു റീഡിങ്സ് കാണാനും കേൾക്കാനുമൊക്കെ നിങ്ങൾക്ക് സാധിച്ചതിൽ തീർച്ചയായിട്ടും ഡിവൈനോട് നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കണം. ആ ഒരു നന്ദി പ്രകടിപ്പിക്കേണ്ടത് ഒരു മെസ്സേജിലൂടെ തന്നെ ആയിരിക്കട്ടെ. കാരണം താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ അതല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു നിമിഷം നിങ്ങൾ എന്താണ് വേണമെന്ന് ആഗ്രഹിക്കുന്നത്, എന്ത് കാര്യത്തെയാണ് നിങ്ങൾക്ക് ഈ ഒരു മുന്നോട്ട് ഫോക്കസ് ചെയ്യേണ്ടത്, എന്താണ് നിങ്ങളുടെ പാഷൻ, എന്താണ് നിങ്ങളുടെ ആ ഒരു നേടിയെടുക്കണമെന്ന് വളരെയധികം ഹൃദയത്തിൽ സ്പർശിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതൊരു അഫർമേഷൻസ് ആയിട്ട് നിങ്ങൾ കമൻറ്റിൽ തീർച്ചയായിട്ടും എഴുതുക. ഞാൻ എഴുതി തരുന്നു. നിങ്ങൾക്കൊരു 10 ദിവസത്തിനുള്ളിലെങ്കിലും അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിലെങ്കിലും ആ ഒരു കാര്യം നിങ്ങളുടെ കയ്യിൽ വന്ന് ചേർന്നിരിക്കും. പക്ഷേ നിങ്ങളത് വിഷ്വലൈസ് ചെയ്ത് ആഗ്രഹിച്ച് അതിന് ഏറ്റവും പവർഫുള്ളായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്ത് തന്നെ വേണം നിങ്ങൾ അഫർമേഷൻസ് എഴുതാൻ. അതായത് പ്രപഞ്ചശക്തിയിൽ ഞാൻ പരിപൂർണമായും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് കാര്യമാണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് എന്താണോ ഉടനെ സാധ്യമാകേണ്ടത്, ആ കാര്യം എഴുതി അതെനിക്ക് ലഭിച്ചതിലും അതെനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതിലും ഞാൻ ആനന്ദം കൊള്ളുന്നു അല്ലെങ്കിൽ ഞാൻ സന്തോഷിക്കുന്നു എന്ന് നിങ്ങൾ പ്രപഞ്ചത്തോട് പറഞ്ഞ് തന്നെ അഫർമേഷൻസ് എഴുതണം. അത് ഒരു ദിവസം 2 ദിവസം ഒന്നും എഴുതി നിങ്ങൾ നിർത്തിയാൽ നിങ്ങൾക്ക് സാധ്യമാകില്ല. നിങ്ങളത് ലഭിക്കും എന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടി കുറച്ച് നാൾ അത് എഴുതുക. തീർച്ചയായിട്ടും നിങ്ങളുടെ മാറ്റം വരും. അതല്ലാതെ നമ്മൾ പരിശ്രമിച്ച് ഇട്ടേച്ച് പോവുകയല്ല ചെയ്യേണ്ടത്, പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. അല്ലാതെ ഒന്നും നടക്കുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ ചിന്തിക്കേണ്ട. നമ്മൾ ശ്രമിക്കണം, നിർത്താതെ ശ്രമിച്ചു കൊണ്ടിരിക്കണം. പരാജയം നമ്മൾ സമ്മതിക്കരുത്. നമ്മൾ തോറ്റുകൊടുക്കാനല്ല ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത്. ഒരുപാട് മത്സരങ്ങളിലൂടെ ജയിച്ച് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നവരാണ്. തീർച്ചയായിട്ടും നിസ്സാരമാകുന്ന ഒരു കാര്യത്തെ വിട്ട് കളയരുത്. ശക്തമായിട്ട് ഫോക്കസ് ചെയ്യുക, പരിശ്രമിക്കുക. 100% വിജയം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. അതിൻ്റെ സമയമാകുമ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തതിനും അപ്പുറമായൊരു മിറാക്കിളായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുക. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുക, അഫർമേഷൻസ് എഴുതുക. 15 കാര്യം നിർബന്ധമായിട്ട് എഴുതി വെക്കണം. തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, എഴുതി വെച്ചാൽ പോലും അതവിടെ ഇരുന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. നിങ്ങളുടെ ആ ഒരു എഴുതിയ സമയത്തെ ആ ഒരു ഇമോഷൻസ് തന്നെ മതി. നിങ്ങളത് എഴുതി വെച്ചിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്തില്ലെങ്കിലും ഞാൻ 100% പറയുന്നു, നിങ്ങളിലേക്ക് നിങ്ങൾ അറിയാതെ അത് ഒഴുകി വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ പറ്റുമെങ്കിൽ ഡെയിലി ഓരോ കാര്യവും 10 പ്രാവശ്യം വെച്ച് എഴുതുക. ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് നമ്മളത് ചെയ്യണം. 2026 നമ്മുടെ വർഷമാണ്. നമ്മൾ ഒരു നിമിഷം പോലും കളയരുത്. കരഞ്ഞും സങ്കടപ്പെട്ടും പരിഭവങ്ങൾ പറഞ്ഞും കളയേണ്ട സമയമല്ല 2026. നമ്മളുടെ നമ്മുടെ ഒരു സ്ട്രെങ്ത് തിരിച്ചറിയുക, സ്ട്രോങ് മൈൻഡ് സെറ്റോടു കൂടി പോകുക. ഏത് പ്രതിസന്ധിയെയും, എത്ര വലിയ പ്രതിസന്ധിയെയും നിങ്ങൾ തരണം ചെയ്യും. നിങ്ങൾക്കതിന് സാധിക്കും. അതായത് പ്രശ്നങ്ങൾ വരണം, അതിന് പരിഹാരം കാണാനുള്ളൊരു മൈൻഡ് പവർ നിങ്ങൾ ഉണ്ടാക്കണം. നല്ല രീതിയിൽ പരിഹാരം കണ്ട് കടന്നു പോകുമ്പം പിന്നെ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വളരെ സ്ട്രോങ് ആയൊരു മൈൻഡ് സെറ്റായ ഒരു വ്യക്തിയായി കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് നമുക്ക് പറയാനുള്ളത്, നിങ്ങളെപ്പോഴും ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഡെയിലി നമ്മുടെ കമൻസിലാണെങ്കിൽ അഫർമേഷൻസ് എഴുതണം, നിങ്ങളൊരു ബുക്കിൽ എഴുതണം. നമ്മളതിനെ മാനിഫെസ്റ്റിംഗ് ചെയ്ത് നമ്മളുടെ പവർ, നമ്മുടെ ഒരു ഇൻറ്റ്യൂഷൻ പവർ വർദ്ധിപ്പിക്കണം. അതായത് നമ്മളുടെ ഇൻറ്റ്യൂഷൻ എനർജി പോസിറ്റീവായിട്ട് വർദ്ധിക്കുമ്പം
നിങ്ങൾ എന്തു കാര്യം ആഗ്രഹിക്കുന്നതും നിങ്ങളിലേക്ക് വന്നു ചേരും. പ്ലസ് നിങ്ങളുടെ നെഗറ്റിവിറ്റി, അതായത് നെഗറ്റീവാകുന്ന നമ്മുടെ ആ ഒരു നമ്മളെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്ന ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു രോഗം നമ്മളിൽ നിന്നും പൂർണ്ണമായിട്ടും ഇറങ്ങിപ്പോകും. നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് നമ്മൾ നാളേക്ക് വേണ്ട കാര്യത്തിൽ അല്ലെങ്കിൽ ഇന്നു മുതൽ ചെയ്യേണ്ട കാര്യത്തിൽ ഫോക്കസ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ പാസ്റ്റാണ് നമ്മളെ നെഗറ്റീവ് ആക്കുന്നത്. മറ്റുള്ളവർ പെരുമാറിയത്, നമുക്ക് നഷ്ടം വന്നത്, നമുക്ക് അബദ്ധം പറ്റിയത്, ഇതൊക്കെയാണ് നമ്മളെ കൊന്നു കളയുന്നത്. ഇഞ്ചിഞ്ചായിട്ട് നമ്മളെ കൊല്ലുന്ന ആ ഒരു വിഷം എന്ന് പറയുന്നത് നമ്മുടെ പാസ്റ്റാണ്. ആ പാസ്റ്റിലേക്ക് ഒരു കാരണവശാലും തിരിഞ്ഞു പോകരുത്. നമ്മളെ വീർപ്പ് മുട്ടിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലുടെയൊക്കെ സ്നേഹമൊക്കെ തന്ന് നിങ്ങളെ ആരെങ്കിലും ചീറ്റിംഗ് ചെയ്തു എന്ന് നിങ്ങൾക്ക് മനസ്സിൽ ഇങ്ങനെ വേദനയായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അവരോട് സംസാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ അവരോട് പറയാനുള്ള കാര്യങ്ങൾ, അത് ഏത് കാര്യമായിക്കോട്ടെ, ഏത് വ്യക്തികളായിക്കോട്ടെ, അവരുടെ പേരെടുത്ത് നിങ്ങളൊരു വെള്ളപ്പേപ്പറിൽ എഴുതി നിങ്ങൾക്ക് എന്തൊക്കെ അവരോട് പറയാനുണ്ടോ, പ്രപഞ്ചത്തോട് പറയാനുണ്ടോ, സങ്കടമായിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ, ദേഷ്യമായിക്കോട്ടെ, അതെല്ലാം നിങ്ങൾ അവരെ സ്നേഹിച്ചത് എത്ര പവിത്രമായിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അവരോട് പെരുമാറിയത്, അല്ലെങ്കിൽ മറ്റൊരാളെ സപ്പോർട്ട് ചെയ്തത്, ഒരാളെ വിശ്വസിച്ചത് എത്ര പവിത്രമായിട്ടാണ് എന്നുള്ളതൊക്കെ നമ്മൾ വിശദമായിട്ട് എഴുതുക. ആ സെക്കൻഡിൽ തന്നെ അത് കത്തിച്ച് കളയുക. അതാണ് റൈറ്റ് ഹീലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഹീലിംഗ് ചെയ്യേണ്ട കാര്യങ്ങളെ അപ്പോൾ തന്നെ കത്തിച്ച് കളയുക. അഫർമേഷൻസിനൊന്നും കത്തിക്കരുത് കേട്ടോ, ചാടിക്കേറി. അതൊക്കെ അങ്ങനെ എഴുതുക. നമുക്ക് 2026 ലാസ്റ്റ് ഞാൻ പറയാം. അത് നേടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം കേട്ടോ. പക്ഷേ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം. ഡെയിലി നിങ്ങൾ അത് ചെയ്യണം കേട്ടോ. അതായത് റൈറ്റ് ഹീലിംഗ് ചെയ്യണം. നിങ്ങളുടെ മൈൻഡിനെ ക്ലിയർ ചെയ്യണം. നിങ്ങളുടെ മൈൻഡിനകത്തുള്ള നെഗറ്റിവിറ്റിയെ കളയണം. അപ്പോൾ ഓരോ വ്യക്തികളെ സംബന്ധിച്ചും നമുക്ക് ഓരോ കാര്യങ്ങൾ കാണൂല. എപ്പോഴാണോ നിങ്ങളുടെ മനസ്സിൽ പെയിൻ തികട്ടി വരുന്നത്, എന്ത് കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് നിങ്ങൾക്ക് സങ്കടം വരുന്നത്, നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നൊരു സിറ്റുവേഷൻസാണ്, നിങ്ങൾക്ക് കത്തിച്ച് കളയാൻ പറ്റുന്നൊരു സാഹചര്യത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യുക. അതല്ലെങ്കിൽ വീട്ടിൽ വന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് വിശ്രമിക്കുന്ന സമയത്ത് ഒരു പേനയും പേപ്പറും എടുക്കുക. ഒന്ന് സമാധാനപരമായിട്ടിരുന്ന് നമ്മുടെ മനസ്സിലുള്ള നെഗറ്റീവ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഏകദേശം എൻ്റെ ഒരു അറിവ് വെച്ച് ഒരു 5 വയസ്സ് മുതലുള്ള അല്ലെ 10 വയസ്സ് മുതലുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. ബാക്കി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മളിൽ എപ്പോഴും തികട്ടി വരുന്നത് ഏകദേശം ഒരു 10 വയസ്സ് മുതൽ നമ്മൾ നേരിട്ടിട്ടുള്ള ചില ട്രാജഡികൾ, ചില ട്രോമ ഇങ്ങനെ കിടപ്പുണ്ടാവും നമുക്ക് ഓർത്തെടുക്കാനായിട്ട്. അതെല്ലാം നമ്മളങ്ങ് ക്ലിയർ ചെയ്ത് കളയുക. അതൊക്കെ എഴുതി വ്യക്തികളാവാം, ബന്ധുക്കളിൽ നിന്നാവാം, സഹോദരങ്ങളിൽ നിന്നാവാം, ചുറ്റുപാടുമുള്ളവരിൽ നിന്നാവാം, അല്ലെങ്കിൽ അങ്ങനെ ഓരോ ഘട്ടങ്ങളായിട്ട് നമ്മളത് എഴുതി നിങ്ങൾ തീർച്ചയായിട്ടും അത് കത്തിച്ച് കളഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു വ്യക്തിയെ സ്നേഹിച്ച് ആ വ്യക്തിയിൽ നിന്ന് ലഭിച്ച ചീറ്റിംഗ് ആണെങ്കിൽ, അതല്ലെങ്കിൽ എവിടെയെങ്കിലും ജോലി സ്ഥലത്ത് നിന്ന് നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സ്ട്രഗ്ലിംഗ് ആണെങ്കിൽ, നിങ്ങൾ അവരുമായിട്ടുള്ള ആ ഒരു ബന്ധത്തെ ക്ലാരിറ്റി വരുത്തുക. അതായത് ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾ എഴുതുക, കത്തിച്ച് കളയുക. അതിനുശേഷം നിങ്ങൾ അഫർമേഷൻസ് എഴുതുക. ഈ വ്യക്തിയുമായിട്ടുള്ള ബന്ധം പരിപൂർണമായിട്ടും പോസിറ്റീവും ഏറ്റവും സന്തോഷവും ആനന്ദവും നൽകുന്നതിൽ ഞാൻ ഡിവൈനോട്, പ്രപഞ്ചത്തോട് നന്ദി പറയുന്നു. അതായത് ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തെ നമ്മൾ എന്ത് ചെയ്യുക, നമുക്കിപ്പോൾ കരിയർ പാതയിലൊക്കെ ആകുമ്പോൾ അവിടെയൊക്കെ നമുക്ക് പിടിച്ച് നിന്നേ പറ്റുള്ളൂ. അവിടെ നമുക്ക് നെഗറ്റിവിറ്റികൾ നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നമുക്ക് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ആ ബന്ധങ്ങളെയെല്ലാം പോസിറ്റീവായിട്ട് എടുക്കണം. നമ്മളിൽ പോസിറ്റിവിറ്റി വന്നാൽ മാത്രമാണ് നമുക്ക് ചുറ്റുമുള്ളവർക്ക് നമ്മളോട് പോസിറ്റീവ് ഫീൽ ചെയ്യുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ ചീഞ്ഞ് നാറിക്കൊണ്ടിരുന്നാൽ, നെഗറ്റീവ് ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും, നമ്മളിലേക്ക് വരുന്നവർക്കൊന്നും നമ്മളുമായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പം അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടും. അപ്പം നമ്മൾ എത്രത്തോളം പോസിറ്റീവ് ആകാമോ അത്രത്തോളം പോസിറ്റീവ് ആകാം. അതുപോലെ തന്നെ നെഗറ്റീവ് തോട്ട്സുകൾ നമ്മളിലേക്ക് വരുമ്പം സഡൻ നമ്മളോട് തന്നെ നമ്മൾ സ്റ്റോപ്പ് എന്നൊരു 3 പ്രാവശ്യം പറയുക. എപ്പോഴൊക്കെ നിങ്ങളുടെ ഉള്ളിലേക്ക് മറ്റുള്ളവരോട് ദേഷ്യവും വൈരാഗ്യവും വെറുപ്പും വരുന്നോ, അല്ലെങ്കിൽ അവർ ചെയ്തതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ വയ്യാത്ത ദണ്ണം വരുന്നോ, അപ്പം തന്നെ സ്റ്റോപ്പ് എന്നിങ്ങനെ പറയുക. സഡൻ നമ്മുടെ ബ്രെയിൻ അതനുസരിക്കും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. മാറ്റങ്ങൾ വന്നാൽ മാത്രമേ ജീവിതത്തിൽ വിജയങ്ങൾ വരികയുള്ളൂ. എവിടെയാണ് നിങ്ങളുടെ കഴിവെന്നുള്ളത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റണമെങ്കിൽ എല്ലാം പൊടി തട്ടിയെടുക്കണം. നമ്മുടെ മനസ്സിനകത്തുള്ള എല്ലാ നെഗറ്റിവിറ്റികളെയും പൊടി തട്ടി കഴുകി തുടച്ച് നമ്മുടെ മനസ്സെന്ന് പറയുന്ന ആ ഒരു കണ്ണാടി തുടച്ച് നല്ല പവിത്രമാക്കി വയ്ക്കുക. ബാലൻസ് എല്ലാം ഡിവൈൻ നമ്മൾക്ക് തന്നുകൊള്ളൂ. അതിനൊന്നും ഒരു മാറ്റവും വരില്ല. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് റീഡിങ്സ് ശ്രദ്ധിക്കാം കേട്ടോ. ഇന്നത്തെ ദിവസം നമുക്ക് റീഡിങ്സിൽ വന്നിരിക്കുന്നത് 9 ഓഫ്
സോഴ്സിൻ്റെ എനർജി തന്നെയാണ്. ഉറക്കമില്ലാത്ത അവസ്ഥയാണ്. ആവശ്യമില്ലാത്ത ചിന്തകൾ കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ട് മാനസിക പിരിമുറുക്കവും ഡിപ്രഷനും ചിലപ്പോൾ ഈ മെഡിസിനൊക്കെ എടുക്കുന്ന ഒരവസ്ഥയിലൂടെ പോകുന്നുണ്ട്. ശരിക്കും നിങ്ങൾ മൈഗ്രെയിൻ ഹെഡ് പെയിൻ അനുഭവിക്കുന്ന ഒരവസ്ഥയാണ് കേട്ടോ. നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കുന്ന ഒരു എനർജിയിലൂടെ പോകുന്ന ആളുകളുടെ സിറ്റുവേഷൻസാണ് നമുക്ക് കാണുന്നത്. ഇതൊരിക്കലും ശരിയല്ല കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ പുറത്ത് കിടക്കുക. നമ്മളിത് ഡെയിലി പറഞ്ഞ് ഞാനതിങ്ങനെ പാഴ്വാക്ക് പോലെ ആവരുത് കേട്ടോ. കുറച്ച് ആളുകളെങ്കിലും നിങ്ങളിത് ശ്രമിക്കണം. നമുക്ക് നമ്മളെയാണ് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ആർക്കും നമ്മളെ മാറ്റിയെടുക്കാൻ പറ്റില്ല കേട്ടോ. ശരീരത്തിന് വേദനയുണ്ടെങ്കിലും രോഗമുണ്ടെങ്കിലും അത് ചികിത്സിക്കാൻ സാധിക്കും. മനസ്സിൻ്റെ രോഗം ചികിത്സിക്കാൻ ആരെക്കൊണ്ട് സാധിക്കില്ല, ഒരു ഡോക്ടറിനെ കൊണ്ടും ഒരിക്കലും സാധിക്കില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുക, മനസ്സിലാക്കുക. അത് നിങ്ങൾ തന്നെ ചികിത്സിച്ചാലാണ് ഭേദമാവുകയുള്ളൂ. ഇങ്ങനെ ഗൈഡ് തരാനും പുഷ് ചെയ്യാനും മാത്രമേ മറ്റുള്ളവർക്ക് സാധിക്കൂ. നിങ്ങളിലാണ് മാറ്റം വരുത്തേണ്ടത്. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നമുക്ക് ചുറ്റും ശത്രുക്കളെ ഉണ്ടാകുള്ളൂ, അത് ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ അച്ഛനും അമ്മയും ഒഴികെ ബാലൻസ് എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരിക്കലും പോസിറ്റീവും സക്സസ്സും ഒന്നും ആഗ്രഹിക്കുന്നവരല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വീണു പോകരുതെന്ന് ആഗ്രഹിക്കുന്ന രണ്ട് വ്യക്തികളെ ഉണ്ടാവുള്ളൂ. അവരും ശത്രുക്കളായിട്ടുള്ളവരുണ്ട്. പക്ഷെ എന്നാലും എവിടെയെങ്കിലുമൊക്കെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളോടൊരു ദയ ഉണ്ടാകും, ഒരു സ്നേഹം ഉണ്ടാകും. അവരും ശത്രുക്കളുള്ള ആളുകൾ ഒരുപാടുണ്ട്. എന്നോട് സംസാരിക്കുന്ന പലരിലും ഞാനത് മനസ്സിലാക്കാറുണ്ട്. പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ അവരൊരു നിമിഷം അവർക്കൊരു ദണ്ണം തട്ടും നമ്മളെക്കുറിച്ച് ചിന്തിക്കുമ്പം. ബാലൻസ് എല്ലാ ബന്ധങ്ങളും നമുക്ക് മാറ്റി നിർത്തേണ്ട, ബൗണ്ടറി ഇടേണ്ട ബന്ധങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ, നിങ്ങൾ എന്തൊക്കെയോ ഒന്നിലധികം പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ട്രാവലിങ്ങിനെ ബേസ് ചെയ്ത് നിങ്ങൾ ഒരുപാട് സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ടാവാം കേട്ടോ. വിദേശ യാത്രയ്ക്കൊക്കെ എവിടെയെങ്കിലും ക്യാഷോ മറ്റു കാര്യങ്ങളോ മുടക്കിയിട്ട് അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം, തടസ്സങ്ങളുണ്ടാവാം. നിങ്ങൾ ശരിക്കും ഒരു കർമ്മ എനർജിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്ത് കാര്യമാണോ നിങ്ങളുടെ ജീവിതത്തിൽ ബ്ലോക്കായിരിക്കുന്നത്, നിങ്ങൾ ആക്ഷൻ എടുത്ത കാര്യം എന്ത് കാര്യമാണെങ്കിലും ബ്ലോക്കായിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം മുതൽ നിങ്ങൾ ആ കാര്യം സാധിച്ചു എന്ന രീതിയിൽ, അല്ലെങ്കിൽ ബന്ധങ്ങളിലാണെങ്കിലും നിങ്ങൾ വളരെയധികം ഐക്യത്തോടു കൂടി, വളരെയധികം പ്രതീക്ഷയോടു കൂടി നിങ്ങൾ തുടങ്ങി വെച്ച ഒരു കാര്യത്തിലാണ് നിങ്ങൾക്ക് ബ്ലോക്ക് വന്ന് നിൽക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ അഫർമേഷൻസ് എഴുതുക. നിങ്ങൾക്കത് നേടിയെടുത്തു എന്ന് പറഞ്ഞ് നിങ്ങൾ അഫർമേഷൻസ് എഴുതുക. ഒരു ക്രിയേറ്റിവിറ്റിയാണ് കാണുന്നത്. ചിലപ്പോൾ ചിലരെ സംബന്ധിച്ച് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു പദ്ധതി തുടങ്ങി വെച്ചതായിരിക്കാം, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിൽ ഒരു പ്രോജക്റ്റിനെ ബേസ് ചെയ്തുള്ളൊരു കാര്യമാവാം, അല്ലെങ്കിൽ ഒരു ട്രാവലിങ്ങിനെ ബേസ് ചെയ്തുള്ള കാര്യമാവാം. ജീവിതത്തിൽ നിങ്ങൾ വളരെയധികം പ്രതീക്ഷയോടുകൂടി ഒരു ഫ്യൂച്ചർ ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങളുടെ ലൈഫിലൊരു മാനിഫെസ്റ്റേഷൻ ചെയ്ത് നിങ്ങൾ എടുക്കാൻ ശ്രമിച്ചൊരു കാര്യത്തിൽ നിങ്ങൾക്ക് ശരിക്കും ശക്തമാവുന്നൊരു പ്രോബ്ലംസ് നേരിട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നിങ്ങൾ അഫർമേഷൻസ് എഴുതുക മക്കളെ. അഫർമേഷൻസ് എഴുതിയാൽ മതി. വിശ്വാസത്തോടു കൂടി വിഷ്വലൈസ് ചെയ്ത് നിങ്ങൾ അഫർമേഷൻസ് എഴുതിയാൽ മതി. നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നിങ്ങൾ കഴിവുള്ളവരാണ്, ദൈവികതയുള്ളവരാണ്. നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി അതായത് ഒരു എഫേർട്ട് എടുക്കാൻ തയ്യാറാകുന്നവരെല്ലാം കഴിവുള്ളവർ തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു പരാജയം എന്ന് പറയുന്നതോ, അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നതോ, തടസ്സങ്ങൾ കാണിക്കുന്നതോ ഒന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അത് ഏത് സിറ്റുവേഷൻസിലാണെങ്കിലും നിങ്ങളെ ഉറക്കം കെടുത്തുന്നതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്തരുത്. നിങ്ങൾ മറികടക്കണം. അതിന് നിങ്ങൾ കൊടുക്കേണ്ടത് ആത്മവിശ്വാസമാണ്, ധൈര്യമാണ്. നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ശക്തി ഈ പ്രപഞ്ചത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ആ ശക്തിക്കൊപ്പം നിങ്ങൾ നിന്നാൽ മതി. ബാലൻസ് പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊള്ളൂ. സത്യസന്ധമായിരുന്നാൽ മതി. മറ്റുള്ളവരുടെ കണ്ണുനീരിന് കാരണമായിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പരാജയമില്ല. പരീക്ഷണങ്ങൾ വരും, അതിനെ മറികടക്കുക എന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം. അതുപോലെ റീയൂണിയൻ എനർജി കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ ഇന്ന് ചിലർക്കൊരു മെഡിക്കൽ പരമാകുന്ന ഒരു ഡോക്ടറിനെയൊക്കെ സമീപിക്കേണ്ടി വരുന്ന ഒരു ദിവസം കാണുന്നുണ്ട്. ഒരു സ്ട്രെസ് എനർജിയിൽ നിന്ന് നിങ്ങൾ ഇന്നൊരു മുക്തി നേടുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ഏതെങ്കിലും ഒരു പേഴ്സണിൽ നിന്നുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, ഇമോഷണൽ സപ്പോർട്ട് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്ട്രെസ്സിൽ നിന്ന് പിന്മാറാൻ പറ്റുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് ഇന്ന് ഹെൽത്ത് പരമാകുന്ന ഒരു സിറ്റുവേഷൻസ് വെച്ച് ഒരു ഡോക്ടറിൻ്റെ വാക്കുകൾ കേൾക്കേണ്ടി വരിക, അതല്ലെങ്കിൽ അങ്ങനെ ഒരു ഹോസ്പിറ്റൽ സംബന്ധമാകുന്ന ചില കാര്യങ്ങൾക്കായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വളരെ ഹാപ്പിനെസ്സാണ് കേട്ടോ. നിങ്ങളുടെ കാര്യങ്ങളിൽ ഒരു പോസിറ്റിവിറ്റിയാണ് നമുക്ക് കാണുന്നത്.
കാണുന്നത് നിങ്ങളുടെ ഡിവൈൻ സപ്പോർട്ടാണ്. നിങ്ങൾ ആരെയാണോ സമീപിക്കുന്നത് അത് നിങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു സപ്പോർട്ട് നൽകുന്ന, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എനർജീനെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചില എനർജികളിൽ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് നോക്കുമ്പം ഒരു ചീറ്റിംഗ് എനർജി, അതായത് ഒരു സ്നേഹം, പ്രണയം, ബന്ധത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ കുറച്ച് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഒരു കൺഫ്യൂഷനുണ്ട്, മറ്റാരുടെയൊക്കെ വാക്കുകളെ മറികടന്ന് നിങ്ങൾ ഏതെങ്കിലും വ്യക്തിയിലേക്ക് കണക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ശ്രദ്ധിക്കണം. അവിടെ ഒരു ചതിയുണ്ട് കേട്ടോ, ഒരു പവർ ലോസ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ നിങ്ങൾ മറികടന്ന്, അതായത് നിങ്ങൾ തടസ്സം നിൽക്കുന്ന അത് വേണ്ട, ആ സിറ്റുവേഷൻസിൽ നിന്ന് മാറണം എന്ന് പറഞ്ഞിട്ടും നിങ്ങൾ പറ്റാതെ ആ ഒരു സാഹചര്യത്തിലേക്ക്, ആ ഒരു ബന്ധത്തിലേക്ക് നിങ്ങൾ കണക്റ്റഡ് ആവാൻ ശ്രമിക്കുന്നവർ ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് പവർ ലോസിംഗ് ആണ്. നിങ്ങളെ ഇരയാക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു ചെറിയ ചതിക്കുഴിയിലേക്ക് ചെന്ന് ചാടാൻ സാധ്യത കാണുന്നുണ്ട്. ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുക. ഹാർട്ട് ബ്രോക്കൺ എനർജിയുടെ പ്രസൻസ് കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ ഒരു സ്വപ്നം, നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്നത്തെ ദിവസം കുറച്ച് സമയമെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ആ ഒരു അബണ്ടൻസിനൊരു ബ്ലോക്കേജ് വരുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഒരു പാഷനൊരു തടസ്സം വരാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ള ഒരു ഇൻഫർമേഷൻസ് ഒരു പക്ഷേ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കേൾക്കേണ്ടി വരാം. ഒരു കൺഫ്യൂഷൻ വരാം. പ്രതീക്ഷിക്കാത്തൊരു ചീറ്റിംഗ് പോലുള്ളൊരു ഫീലിങ്സ്, ഒരു ഹാർട്ട് ബ്രോക്കൺ ഫീലിങ്സ് വരുന്നുണ്ട്. അബണ്ടൻസിനെ ബേസ് ചെയ്താണ് കേട്ടോ. ഒരു പക്ഷേ അത് സാമ്പത്തികപരമാകുന്ന കാര്യത്തെ ബേസ് ചെയ്തോ വിശ്വസിച്ച ഒരു വ്യക്തിയിൽ നിന്നോ ഒക്കെ ആയിരിക്കാം. പ്രതീക്ഷിച്ച ഒരു കാര്യം, ഒരു പാഷൻ, ഒരു സ്വപ്നത്തിനൊരു ബ്ലോക്കേജ് കാണിക്കുന്നുണ്ട്. പക്ഷെ അതിന് മറികടന്നു പോരും എന്ന് തന്നെയാണ് കാണുന്നത്. കുറച്ച് സമയത്തേക്കോ അല്ല കുറച്ച് ദിവസങ്ങളിലേക്കൊക്കെ നമുക്ക് ചില കാര്യങ്ങൾ തടസ്സമായിട്ട് നിന്നാലും പിന്നീട് അത് നമ്മുടെ ലൈഫിലേക്ക് കണക്റ്റഡ് ആകപ്പെടും കേട്ടോ. അതുപോലെ തന്നെ സാമ്പത്തികപരമാകുന്ന ചില കാര്യങ്ങൾ ഒരു ബെർഡനെ ബേസ് ചെയ്താണ് കേട്ടോ. കുറച്ച് സ്ട്രഗിളിംഗ് ആണ് കേട്ടോ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ കടന്നു പോകുന്ന ആളുകൾ. നമ്മൾ ഓരോ കാര്യങ്ങൾ കൂടുതൽ പറയുമ്പോൾ ആളുകൾ ഓരോ കാര്യങ്ങൾ താഴേക്ക് പോകുന്ന പോലെയാണ് നമുക്ക് നിങ്ങളുടെ എനർജി വരുന്നത്. കുറച്ച് ആളുകളെ സംബന്ധിച്ച് കുറച്ച് ബെർഡനൊക്കെ ഒന്ന് ഇറക്കി വെക്കേണ്ട സമയമുണ്ട്. സാമ്പത്തികപരമായ എന്തെങ്കിലും കാര്യത്തെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ജസ്റ്റിസ് കിട്ടുന്നുണ്ട് കേട്ടോ. ഫിനാൻഷ്യൽ സപ്പോർട്ടിങ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചാണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ചില പ്രശ്നങ്ങൾ അവസാനിക്കാൻ ചാരിറ്റി പോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാകുന്ന സാഹചര്യവും കാണുന്നുണ്ട് കേട്ടോ. പേജ് ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കുറച്ച് ഗുഡ് ന്യൂസ് വരുന്നുണ്ട് കേട്ടോ. കുറച്ച് ആളുകളിലേക്ക് നോക്കുമ്പോൾ ഒരു ഗുഡ് ന്യൂസ് എനർജിയുടെ പ്രസൻസ് കാണുന്നുണ്ട്. അതായത് കുറേ കാലങ്ങളായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം, ഒരു കോളോ മെസ്സേജോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് ചിന്തിച്ചതോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹത്തോടു കൂടി വെയിറ്റിംഗ് ചെയ്തൊരു കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു സ്ട്രെസ് എനർജി വരുന്നത് നമ്മൾ വീണ്ടും കണക്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. റിലേഷനെ ബേസ് ചെയ്ത് തന്നെയാണ് കേട്ടോ. നിങ്ങൾ വിട്ട് കളയാൻ പറ്റാത്തൊരു ബന്ധമുണ്ട് നിങ്ങളുടെ ലൈഫിൽ. എല്ലാവരും അതിന് തടസ്സം പറയുന്നുണ്ട്, അത് വേണ്ട എന്ന് പറയുന്നുണ്ട്, നിങ്ങളെ വാച്ചിങ് ചെയ്യുന്നുണ്ട്. ഒരു ടോക്സിക് അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അതിന് റീയൂണിയൻ തന്നെയാണ് വീണ്ടും കണക്റ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളെ പാസ്റ്റിൽ ചീറ്റിംഗ് ചെയ്തൊരു വ്യക്തിയുമാവാം. അതുകൊണ്ടായിരിക്കാം മറ്റുള്ളവർ നിങ്ങളോട് അത് വേണ്ട എന്ന് തടസ്സം പറയുന്നതും നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കൂടെയുള്ളവർ, നിങ്ങളെ വേണ്ടപ്പെട്ടവർ. പക്ഷെ അവിടെ ഒരു റീയൂണിയൻ പ്രസൻസ് വരുന്നുണ്ട്. അതിന് നമുക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു പവർ ലോസിംഗ് ആണ് കേട്ടോ. അപ്പോൾ ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. അതുപോലെ ഇന്നത്തെ ദിവസം കുറച്ച് ഫൈറ്റിംഗ് ചെയ്യണം കേട്ടോ. ആഗ്രഹ സാഫല്യം നേടണമെങ്കിൽ, നിങ്ങൾ ആഗ്രഹിച്ച ഒരു രീതിയിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോകണമെങ്കിൽ, ഒരു ഇമോഷണൽ അബണ്ടൻസ് ഒക്കെ വേണമെങ്കിൽ, സമാധാനവും സന്തോഷവും സാമ്പത്തിക ഭദ്രതയും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻസ് നമുക്ക് കാണുന്നുണ്ട്. നിങ്ങൾ കുറച്ച് കുറച്ചൊന്ന് എന്താ പറയുക, ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. ചില ഇടങ്ങളിലൊരു ബൗണ്ടറി തീർക്കുക. നമുക്ക് വേണ്ട എന്ന് തോന്നുന്ന അല്ലെങ്കിൽ നമ്മുടെ നേരെ മോശമായിട്ട് വരുന്ന വ്യക്തികൾ, നമുക്ക് നെഗറ്റിവിറ്റി നൽകുന്ന വ്യക്തികളിൽ ഒരു ബൗണ്ടറി തീർക്കുക. എങ്കിൽ നിങ്ങളുടെ ആഗ്രഹം സാധിക്കുകയും അബണ്ടൻസ്, അതായത് വളരെയധികം പോസിറ്റീവാകുന്നൊരു അബണ്ടൻസ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുമെന്നാണ് കാണുന്നത്. അതുപോലെ ഒരു ട്രാവലിംഗ് എനർജി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഏജ്ഡായ വ്യക്തികളെ സംബന്ധിച്ച് ഒരു 40 അബോവ് ഒക്കെ കഴിഞ്ഞൊരു 50, 60 ആ എനർജിയിലേക്കൊക്കെ പോകുന്ന വ്യക്തികളിലേക്ക് നോക്കുമ്പം ഒരു ഗാർഡിയൻ എനർജിയിലുള്ളവരുടെ ഒരു സിറ്റുവേഷൻസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ ചില കാര്യങ്ങളിൽ ആക്ഷൻ എടുക്കണം.
കുറച്ച് എന്താ പറയുക, ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണണം. ചിലർക്കൊക്കെ ഒരു വിദേശവാസമൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു സ്പിരിച്വാലിറ്റിയിൽ ഒരു പ്രാധാന്യം കൊടുക്കുക, കുറച്ചൊരു നോളജ്, ഒരു എന്താ പറയുക, കുറച്ചൊരു പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കാണണം. ചില ഇടങ്ങളിൽ നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട സമയമാണ്. ഹൈഡിങ് എനർജി, അതായത് എല്ലാം മറച്ചു പിടിക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും പുറത്ത് കിടക്കുക. അതായത് നിങ്ങൾക്ക് വരുന്ന പ്രശ്നങ്ങളാണെങ്കിലും നിങ്ങൾ നേരിടുന്ന കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ചുറ്റുമുള്ളവരോട് ഷെയർ ചെയ്യുക. നിങ്ങളത് മറച്ചു പിടിക്കേണ്ട ആവശ്യമില്ല, സ്വയം ഭാരം ചുമക്കേണ്ട ആവശ്യമില്ല എന്നുള്ള എനർജി വരുന്നുണ്ട്. പേജ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ, ചില കാര്യങ്ങൾക്കൊക്കെ ഒരു പുതിയ തുടക്കം, എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാനോ, എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾക്ക് ഒരു അഡ്വൈസോ, നിങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയ്ക്കൊക്കെ ഒരു അഡ്വൈസൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പോസിറ്റീവ് സമയമാണ്. നിങ്ങൾ എന്ത് കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചാലും അവിടെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ അബണ്ടൻസ് വരുന്നുണ്ട്. കുറേ ആളുകളെ സംബന്ധിച്ച് ഒരു ലോട്ടറി ഭാഗ്യം, അതല്ലെങ്കിൽ സാമ്പത്തികപരമാകുന്ന ഒരു ഭദ്രത, ഇതൊക്കെ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നെ മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ, നിങ്ങളുടെ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുമെന്നാണ് കാണുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് വരും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? പോസിറ്റീവായിട്ട് വിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കുക എന്നുള്ള എനർജിയാണ് വന്നിരിക്കുന്നത്. കുറച്ച് കോൺഫിഡൻസും ജഡ്ജ്മെൻറ്റിങ് എനർജിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. കുറച്ചിടങ്ങളിലൊക്കെ നീതിപൂർവം ഒന്ന് നിൽക്കണം. അതായത് ഒഴിഞ്ഞു മാറുന്ന ക്യാരക്ടർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയാതെ നമ്മൾ സ്വയം മാറി നിൽക്കുന്നൊരു, ഉൾവലിഞ്ഞ് നിൽക്കുന്ന ക്യാരക്ടർ ഉണ്ടെങ്കിൽ അത് മാറി നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആക്റ്റീവ് ആകണം. ഒരു ജഡ്ജ്മെൻറ്റ്, ന്യായം പറയേണ്ടടുത്ത് ന്യായം പറയണം എന്നുള്ളൊരു എനർജി കാണിക്കുന്നുണ്ട് കേട്ടോ. സൈലൻ്റ് ആയിട്ട് എല്ലായിടത്തും മൗനം പാലിച്ചിട്ട് കാര്യമില്ല എന്നാണ് നമുക്ക് ഡിവൈൻ കാണിച്ചു തരുന്നത്. ഇന്നത്തെ ദിവസം അബണ്ടൻസ് ആണ് കേട്ടോ. ഫാമിലിപരമാകുന്നൊരു ട്രാവലിംഗ് എനർജിയും നിങ്ങളുടെ ജീവിതത്തിലും ചില കാര്യങ്ങളെയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസും ഒരു റിലീഫൊക്കെ ലഭിക്കുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. ഒരു സ്റ്റെബിലിറ്റിയുടെയൊക്കെ ഒരു ദിവസമാണ്. റീകൺസിഡർ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഡിവൈൻ. എന്താണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഒരു പുനർവിചിന്തനം നടത്തുക. അതായത് ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ജോബ് ചേഞ്ചിങ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരാണെങ്കിൽ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സാമ്പത്തികപരമാകുന്ന കാര്യങ്ങളിൽ കൊടുക്കൽ വാങ്ങലുകളിലൊക്കെ നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് നമുക്കിവിടെ കാണിച്ചു തരുന്നത് ഒരു പുനർവിചിന്തനം നടത്തുക. എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒരിക്കൽ കൂടി ആലോചിച്ച് ചെയ്യുക. ഫൊർഗീവ്നെസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ മക്കളെ. നിങ്ങൾ ആരെങ്കിലുമായിട്ട് വളരെ ശക്തമായ കോൺഫ്ലിക്റ്റോ പ്രശ്നങ്ങളോ തടസ്സങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയുന്നത് ഫൊർഗീവ്നെസ് ആണ് കേട്ടോ. കുറച്ച് ആളുകളുമായിട്ട് ക്ഷമിക്കുക. നിങ്ങളുടെ രക്തബന്ധത്തിൽപ്പെട്ടവരാണെങ്കിലും, നിങ്ങളോടൊപ്പം വർക്ക് ചെയ്യുന്ന ഏരിയയിലുള്ളവരാണെങ്കിലും, പുറമേ ഏത് ബന്ധത്തിലുള്ളവരായിട്ടാണെങ്കിലും നിങ്ങൾക്കിടയിൽ ഒന്നിലധികം വ്യക്തികളുമായിട്ട് ഒരു ശത്രുതാഭാവം ഉണ്ടെങ്കിൽ അവരോട് ക്ഷമിച്ചു കൊടുക്കുക. ക്ഷമിച്ചു കൊടുക്കുന്ന അനുസരിച്ച് നിങ്ങളുടെ ജീവിതം മാറും.